100 വർഷം കഴിഞ്ഞ ഇന്ത്യൻ സിനിമയ്ക്ക് ചെന്നെത്താൻ പാടില്ല ഞാൻ ഓസ്കാറിൻ്റെ മെയിൻ സ്ട്രീമിൽ പോയിട്ട് 5 സെലക്ഷൻ നേടി 3 കാറ്റഗറിയിലായിട്ട്. ഡാം ട്രിപ്പിൾ നയൻ്റെ ബാൻ എവറി 6 months തമിഴ്നാട് പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സോഹൻ റോയ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഓസ്കാർ സമിതിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച ഡാം ട്രിപ്പിൾ 9 എന്ന സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും പുതുമയുള്ള ആശയങ്ങളിലൂടെ വലിയ വിജയം കൊയ്ത സംരംഭകൻ. കേരളത്തിലെ ഒരു നല്ല സ്ഥാപനം അല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനം എന്നൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത് ഒരു 100 വർഷം കഴിഞ്ഞാലും ഞാൻ തുടങ്ങുന്ന സ്ഥാപനം ഉണ്ടാവണം, ലോകം മുഴുവൻ അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവണം. സോഹൻ റോയ് സ്വന്തം ജീവിതകഥ പറയുന്നു. ഒറ്റ ശ്വാസത്തിന് ഞാൻ ഒന്നെങ്കിൽ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. ഈ ലാഡർ കയറി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം പോകുന്ന നിമിഷമാണ്. ഞാൻ അവിടെ വന്നു, ഇതിന്റെ പുറത്തെ ഹാഷ് കവർ തള്ളുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. സിനിമാ മോഹവുമായി നടന്ന നാളുകൾ. അപ്പം ദിലീപിനെ കമൽ സാറിനെ കാണിക്കാൻ വേണ്ടിയാണ് ജയറാം കൊണ്ടുവരുന്നത്. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ലഡു പൊട്ടുക എന്നൊക്കെ പറയത്തില്ല. കാര്യം ജയറാമിന് ഈ വ്യക്തിയെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നെയും പരിചയപ്പെടുത്തിക്കൂടെ എന്ന് എനിക്ക് തോന്നി. ഡാം ട്രിപ്പിൾ 9 എന്ന സിനിമയുടെ പിറവി സത്യജിത് റേ എവിടെ പരാജയപ്പെട്ടോ അവിടുന്ന് തുടങ്ങണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ പോയിന്റ്. അതിനാണ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ടെക്നിക്കൽ ഹാൻഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹോളിവുഡ് ഫോർമാറ്റിലൊരു സിനിമ ചെയ്യുക. അത് അദ്ദേഹത്തിൻ്റെ ഡ്രീമായിരുന്നു. വ്യവസായ രംഗത്തെ വിജയ വഴികൾ. അന്ന് കമ്പനിയിൽ ഡ്രൈവർ ഞാൻ തന്നെ, MD ഞാൻ തന്നെ, മാർക്കറ്റിംഗ് പേഴ്സണും ഞാൻ തന്നെ, ഒരു 5 റോള് ഞാൻ തന്നെ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം ജോബ്സിന് വിടുകയാണ്. സാമൂഹ്യ പ്രവർത്തനത്തിലെ സ്വന്തം പരീക്ഷണങ്ങൾ. ചാരിറ്റിക്ക് മാറ്റിവെച്ചിരിക്കുന്ന തുക നേരിട്ട് കൊടുക്കാതെ ആദ്യം ഒരു സിനിമ ചെയ്യുക, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുത്ത് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, അവർ ദേ ആർ ഓൾസോ സ്റ്റാറിങ്. അവർക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമായിരിക്കും. നിർമ്മാതാവും സംവിധായകനും പ്രമുഖ വ്യവസായിയുമായ സോഹൻ റോയ് അദ്ദേഹത്തിന്റെ ജീവിതം വിവരിക്കുന്നു. ശരിക്കും എൻ്റെ സിനിമയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് എൻ്റെ എൻജിനീയറിംഗ് പഠനകാലത്താണ്. വളരെ യാദൃശ്ചികമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുക. കമൽ സാറിൻ്റെ പൂക്കാലം വരവായി എന്ന ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ജയറാമാണ് നായകൻ. ജയറാം എൻ്റെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ജയറാമിനെ കാണുവാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തും കൂടി ജയറാമിൻ്റെ അടുത്ത് ചെല്ലുകയും ജയറാമിനോടൊപ്പം ഈ കാറിൽ എല്ലാ ദിവസവും ഞങ്ങൾ യാത്ര ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഫ്രണ്ട് സീറ്റിൽ ഒരു വളരെ ഒരു പുതിയ പയ്യനുമായിട്ടാണ് ജയറാം വരുന്നത്. ഞങ്ങൾ ബാക്ക് സീറ്റിലുണ്ട്. അപ്പോൾ ജയറാം പരിചയപ്പെടുത്തുകയാണ്, അദ്ദേഹമാണ് ഇന്നത്തെ പ്രശസ്ത നടൻ ദിലീപ്. അപ്പം ദിലീപിനെ കമൽ സാറിനെ കാണിക്കാൻ വേണ്ടിയാണ് ജയറാം കൊണ്ടുവരുന്നത്. അപ്പം ജയറാം ഞങ്ങളോട് പറയുകയാണ്, ഈ സംവിധാനം പഠിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഈ ലഡു പൊട്ടുക എന്നൊക്കെ പറയത്തില്ല. കാര്യം ഞാനും കുറേ കാലമായിട്ട് ഈ എങ്ങനെ സിനിമയിലേക്ക് വരണം, ആര് വഴി പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജയറാമിന് ഈ വ്യക്തിയെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്നെയും പരിചയപ്പെടുത്തിക്കൂടെ എന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ് ഒന്ന് ജയറാമിനോട് ഒന്ന് കമൽ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റിൽ വെച്ചിട്ട് കമൽ സാറിനെ ഒന്ന് യാദൃശ്ചികമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു. പക്ഷേ എനിക്ക് പിന്നീട് കമൽ സാറിൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഈ ആഗ്രഹം പറയണമെന്നുള്ള ഒരു ഇങ്ങനെ മോഹം ഇങ്ങനെ കിടന്ന് കത്താൻ തുടങ്ങി. പക്ഷേ അത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച് ഇത് നടക്കുന്നില്ല. അങ്ങനെ ഒരു ബന്ദ് ദിവസമാണ് ആക്ച്വലി, അന്ന് ഷൂട്ടില്ല. അപ്പം കമൽ സാറ് എറണാകുളത്ത് ഹോട്ടലിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ രാവിലെ തന്നെ കമൽ സാറിനെ കാണാൻ വേണ്ടി പോകും. അന്ന് അവിടെ പോകാനായിട്ട് മാർഗമൊന്നുമില്ല, സൈക്കിളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കമൽ സാറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ എനിക്ക് കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമൊക്കെ കമൽ സാറിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ സിനിമയിൽ കയറണമെന്ന ആഗ്രഹം. അപ്പം സാറ് പറഞ്ഞ്, എടേ നിനക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, എൻജിനീയറിംഗ് ആണ്, ഫൈനൽ ഇയർ ആണ്, ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടും. ഞാൻ ഇതൊന്നും അല്ലാത്തത് കൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്, അതുകൊണ്ട് മോൻ പോയി അറിയാവുന്ന പണി ചെയ്യുമെന്ന് പറഞ്ഞു. എന്നെ മടക്കി അയക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ശക്തമായിട്ട് നിൽക്കില്ല, എനിക്ക് എൻ്റെ ആഗ്രഹം ഇതാണ്. അവസാനം എൻ്റെ ശല്യം സഹിക്കാതെ കമൽ സാർ പറഞ്ഞു, ഓക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, ഞാൻ കൊടുങ്ങല്ലൂർ വീട്ടിലുണ്ടാവും, പിന്നീട് ഒരു ദിവസം വന്ന് കാണുമെന്ന് പറഞ്ഞ്. കാര്യം ഇത് ഷൂട്ട് തീരാറായി. അങ്ങനെ
ഈ കൊടുങ്ങല്ലൂർ ഉള്ള വീട്ടിലേക്ക് ഞാൻ പിന്നീട് ഞായറാഴ്ച ദിവസങ്ങളിൽ സാറിനെ കാണാൻ ചെല്ലും. അന്ന് മൊബൈലൊന്നുമില്ല. അങ്ങനെ സാറിനെ കണ്ട് അവസാനം സാറ് അടുത്ത ചിത്രത്തിൽ കയറ്റാമെന്ന് ഒരു വാക്ക് തരികയാണ്. അതോടുകൂടി ആഗ്രഹമായി അങ്ങ് എൻഡിലായി. അങ്ങനെ ഞാൻ പോയി സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങളുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിൽ കയറിയിരുന്ന് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. എവിടെ നിന്നൊക്കെ പുസ്തകം കിട്ടുമോ അതൊക്കെ എടുത്ത് വെച്ച് സിനിമയെക്കുറിച്ച് ഒരേ പഠനമായി. അതുവരെ കപ്പൽ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമയുടെ പുറകെ പോവുകയാണ്. അങ്ങനെ വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയാണ് അന്ന് പാലക്കാട് വെച്ച് ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കമൽ സാർ പറഞ്ഞു അതിനകത്ത് ജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിലീപിനോട് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അന്ന് ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഇത് എന്നാ ഷൂട്ട് തുടങ്ങുന്നതെന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഈ നാനയിൽ ന്യൂസ് വരികയാണ്, വിഷ്ണുലോകത്തിൻ്റെ ഷൂട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു പാലക്കാടെന്ന് പറഞ്ഞ്. പെട്ടെന്ന് ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് അവിടെ പാലക്കാട് ലൊക്കേഷൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത്, ഞാനും ദിലീപ് ഒരേ ദിവസമാണ് ചെല്ലുമ്പോൾ അറിയുന്നു ഷൂട്ട് തുടങ്ങി 2 ദിവസമായി. അപ്പോൾ സാറ് പറഞ്ഞ് പടം തുടങ്ങി 2 ദിവസമായി, അടുത്ത ചിത്രത്തിലാവട്ടെ. എനിക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഡെസ്പായി. കാര്യം ഇത് കോഴ്സ് കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 മാസമായി. വീട്ടിൽ ഭയങ്കര പ്രശ്നം, എൻ്റെ കൂടെയുള്ളവരെല്ലാം ജോലിക്ക് കയറി. അങ്ങനെ ഞാൻ ഡെസ്പായിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ സാറ് തീർത്ത് പറഞ്ഞു ഇനിയിപ്പം അത് ഈ സിനിമയുടെ തുടങ്ങിക്കഴിഞ്ഞ സിനിമയിൽ വേണ്ട, അടുത്ത സിനിമയാവട്ടെ. അപ്പോൾ എനിക്കറിയാം അതും ഇനിയൊരു 6 മാസം കഴിയും. അങ്ങനെ ഞാൻ ഡെസ്പായിട്ട് അവിടുന്ന് തിരിച്ചു വരിക. എനിക്കറിയാം ഇനി എനിക്ക് 6 മാസം കാത്തു നിൽക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും പ്രഷർ വീട്ടിൽ നിന്ന് വരികയാണ്. പക്ഷേ ദിലീപ് എങ്ങനെയോ ലാൽ ജോസൊക്കെ അന്ന് അസിസ്റ്റൻ്റായിട്ടുണ്ട്. ലാൽ ജോസ് വഴി അദ്ദേഹം അകത്ത് കയറി ഒരുവിധം ഒരു സ്ഥാനം ഉണ്ടാക്കി. പക്ഷേ നമുക്കങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ തിരിച്ച് ഞാൻ വരുന്ന വഴി എന്ത് ചെയ്യണമെന്നുള്ള ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ഒരു ബ്ലാങ്കാണ് മനസ്സിൽ. കാര്യം ഈ ഭയങ്കര ഒരു സ്വപ്നമായിട്ട് ചെന്നിട്ട് ഒന്നും ആവാതെ പോകുന്നൊരു നിമിഷം. ഞാൻ ഈ തിരിച്ച് വരുന്ന വഴി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് അപ്പം എനിക്കങ്ങനെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയെന്ന് വെച്ചാൽ റിട്ടയേർഡ് ടീച്ചേഴ്സാണ്. അവരെനിക്ക് തന്നത് വിദ്യാഭ്യാസം മാത്രമാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിച്ച വ്യക്തിയാണ്. ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരു സ്ഥാപനം യൂണിവേഴ്സിറ്റി നടത്തി, അങ്ങനെ സ്വന്തം പൈസയ്ക്ക് പഠിച്ചതാണ്. പക്ഷേ ഇന്ന് അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള യാത്ര ഒറ്റയ്ക്ക് ഈ സിനിമയുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുക. അപ്പം കമൽ സാർ ഇത് തന്നെ പറഞ്ഞു തന്നു, ആദ്യത്തെ ഒരുപാട് കാലം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും സിനിമയിൽ എന്തെങ്കിലും ആവാൻ, വരുന്നതിൽ വളരെ കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ ആവത്തുള്ളൂ, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എന്താ മാർഗമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇനി എൻ്റെ മുന്നിൽ ആകെ ഒരു പ്രശ്നമുള്ളൂ, 2 പ്രശ്നങ്ങളാണ് തീർക്കേണ്ടത്. ഒന്ന്, എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ ഭദ്രത ഉണ്ടാവണം. കാര്യം നാളെ എനിക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ പോലും അതിന് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം. അത് ഞാൻ എവിടെയെങ്കിലും പോയിട്ടൊരു ചെറിയ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നടക്കില്ല. അതുപോലെ സിനിമയ്ക്ക് വരണമെങ്കിൽ എനിക്ക് സമയം വേണം. ഒരു വർഷത്തിലൊരു 6 മാസമെങ്കിലും സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാലേ സ്വപ്നം നടക്കത്തുള്ളൂ. അപ്പോൾ ഒരു ജോബും വേണം സിനിമയും വേണം എന്നുള്ളൊരു രീതിയിൽ ആലോചിച്ചപ്പോഴാണ് മർച്ചൻ്റ് നേവിയിൽ ഒരു ജോബ് കിട്ടിയ കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഷിപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് മർച്ചൻ്റ് നേവിയിൽ പോയി കഴിഞ്ഞാൽ 6 മാസം സെയിൽ ചെയ്യാം, നല്ല ശമ്പളം കിട്ടും. അതും കൊണ്ട് വന്നിട്ട് 6 മാസം പിന്നുള്ള അവധിയിൽ സിനിമ ചെയ്യാം. ഇതായി മനസ്സിൽ. ഈ ഒരു സ്വപ്നമായിട്ട് ഞാൻ നേരെ ബോംബെക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ എനിക്കൊരു 1000 രൂപ എനിക്ക് തന്നു ഈ ബോംബെക്ക് പോകാനായിട്ട്. ഇത് സംഭവിക്കുന്നത് 1991 ഇത് ഈ സംഭവം. അച്ഛൻ എനിക്കൊരു 1000 രൂപ എടുത്ത് വന്ന് പറഞ്ഞ്, മോനെ ഇനി ഒരു പൈസ പോലും എനിക്ക് തരാനില്ല, ഞാൻ പെൻഷൻ പറ്റിയൊരു അധ്യാപകനാണ്, നീ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ആരംഭിച്ചോളൂ, സിനിമയുടെ പുറകെ നടക്കരുതെന്നും പറഞ്ഞ് നല്ലൊരു ഉപദേശവും തന്നു, ഈ 1000 രൂപയും തന്നു. ഞാൻ നേരെ പോയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് 1000 രൂപ വെച്ച് ഞാൻ എവിടുന്ന് എന്ത് ചെയ്യും? ഇന്നത്തെ 1000 അല്ല, അന്നത്തെ 1000 ഞാൻ ആദ്യം പോയിട്ട് ഒന്നും നോക്കിയില്ല, ബോംബെക്ക് ഒരു ടിക്കറ്റ് എടുത്തു. അത് അന്നൊരു എനിക്ക് തോന്നുന്നത് 200 രൂപ അടുപ്പിച്ചാണ്, 230 രൂപ സംതിങ്. അത് കഴിഞ്ഞ് ബോംബെ ചെന്നിറങ്ങി. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അടുത്ത സുഹൃത്തുണ്ട്. ഈ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഒരു ചെറിയൊരു ചാല് പോലുള്ള സ്ഥലത്ത് ഒരു മുറിക്ക് അതൊരു 6 പേരുണ്ട് ഇവർ, അതിനകത്താണ് ആദ്യത്തെ താമസം. അപ്പോൾ അവിടെ ചെന്നപ്പം തന്നെ അറിയുന്നു സുഹൃത്ത് ചിക്കൻ പോക്സ് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരുവിധം ചെന്നു. അവിടെ എല്ലാവരും രാത്രിയിൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് അതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മെത്ത വിരിച്ച് എല്ലാവരും കൂടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ 4 ഭിത്തിയിലും ഒന്നെങ്കിൽ ബോഡിയുടെ സൈഡ് തട്ടും അല്ലെങ്കിൽ കാല് തട്ടും തല തട്ടും അങ്ങനെ മുറിയിലാണ് കഴിയുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ രാവിലെ ഈ ജോബ് അന്വേഷിച്ചിറങ്ങും.
ഈ കപ്പലിൽ കയറണം. അന്നേരം അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഞാൻ ഷിപ്പ് ഡിസൈനർ ആണെങ്കിലും പഠിപ്പിച്ചത് സായിപ്പൊക്കെയാണ്. പക്ഷേ ഈ കപ്പലിൽ കയറണമെങ്കിൽ മർച്ചൻ്റ് നേവിയിൽ കയറണമെങ്കിൽ അതിൻ്റെ വേണ്ടത് CDC ഒക്കെ ഉണ്ട്. CDC ഒക്കെ ഞങ്ങളുടെ കോഴ്സ് അതിന് അപ്രൂവ്ഡ് അല്ല ആക്ച്വലി. അപ്പോൾ ഞാൻ പഠിച്ചത് നേവൽ ആർക്കിടെക്ചറാണ്, കപ്പൽ ഡിസൈനാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഇത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ഇത് അന്ന് ഇന്ത്യയിലെ വളരെ റയർ കോഴ്സാണ്, ഏറ്റവും പ്രസ്റ്റീജിയസ് കോഴ്സാണ്. ഇനി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും IIT മാത്രമേ ഉള്ളൂ ഈ കോഴ്സ്. അപ്പം IIT ചെന്നൈയിൽ 10 സീറ്റുണ്ട്, ഖരഗ്പൂരിൽ 10 സീറ്റുണ്ട്, ഞങ്ങളിവിടെ 20 സീറ്റുണ്ട്. അപ്പം ഞങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ജർമ്മൻസാണ്. കാര്യം ഇന്ത്യയിൽ ഈ ടെക്നോളജി അന്നില്ല. അപ്പോൾ അത്രയും പ്രസ്റ്റീജിയസ് കോഴ്സാണ്. പഠിച്ചിറങ്ങിയാൽ അന്നേരം ജോബും കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ജോബിന് കയറി. പക്ഷേ എനിക്കറിയാം ഞാൻ ഈ അന്ന് ഷിപ്പ് യാർഡിൽ പോയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഷിപ്പ് യാർഡിൽ അവസാനിക്കും. കാര്യം അന്ന് വർക്ക് ചെയ്താൽ 2000-2500 രൂപയാണ് ഒരു മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 2500 വെച്ച് എൻ്റെ പ്രശ്നങ്ങളൊന്നും നടക്കത്തില്ല. എൻ്റെ സാമ്പത്തിക പ്രശ്നം തീരില്ല, എൻ്റെ സ്വപ്നങ്ങൾ നടക്കത്തില്ല, സിനിമ സങ്കല്പം നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഷിപ്പ് യാർഡിൽ കയറുന്നില്ല. കാര്യം എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ മർച്ചൻ്റ് നേവി മാത്രമേ പറ്റത്തുള്ളൂ. അന്നേരമാണ് ഈ മർച്ചൻ്റ് നേവി ഞങ്ങളുടെ കോഴ്സ് അപ്രൂവ്ഡ് അല്ല ആക്ച്വലി അതിനു വേണ്ടി. അങ്ങനെ ഞാനുള്ള ഷിപ്പ് ഓണേഴ്സിൻ്റെ അടുത്തും ഷിപ്പ് മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുകയാണ്. അവർ പറഞ്ഞു ഇടയിൽ പറ്റില്ല, ഇത് കോഴ്സ് അപ്രൂവ്ഡ് അല്ല, ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനിടയിൽ ഭയങ്കര കോമഡി നടന്നു വെച്ചാൽ ഈ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ എൻ്റെ ഫ്രണ്ടിലെ ചിക്കൻ പോക്സ് കഴിഞ്ഞ് തിരിച്ച് വന്ന് കൃത്യമായിട്ട് എനിക്കത് ഹാൻഡ് ഓവർ ചെയ്ത് ബാറ്റൺ കൈമാറുന്ന പോലെ ഈ ചിക്കൻ പോക്സ് അടിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ ജോബ് അന്വേഷിച്ച് പോകുമ്പോഴാണ്, ബോംബെയിൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇദ്ദേഹത്തൊക്കെ ഇങ്ങനെ പൊള്ളി. അപ്പം അന്ന് ബോംബെയിലൊരു രീതിയുണ്ട്, അവിടെ ചിങ്ക് പൊക്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തമൊക്കെ നോക്കാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നേരെ അവിടെ പോയി അഡ്മിറ്റ് ആവുക. അപ്പോൾ മിക്കവാറും ഒരാളെ ഈ ചിക്കൻ പോക്സുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിലുള്ള ഒരാളെ കാണാതെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക ആളവിടെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ ഈ ജോബ് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം ഇത് സ്റ്റേഷനിൽ വെച്ച് ഞാൻ കാണുക, എൻ്റെ ദേഹത്ത് ഇത് പൊള്ളി തുടങ്ങി. ഞാൻ നേരെ അവിടെ പോയി ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. അവിടെ അഡ്മിറ്റ് ആയ ഒരു 14 ദിവസം കഴിയണം. അവിടെ ആരുമില്ല അന്വേഷിച്ച് വരാൻ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് അന്വേഷിച്ച് വന്നു. പുള്ളിക്ക് മനസ്സിലായി ഇത് എന്നെ കാണാതായപ്പം ഇവിടെയാണെന്ന്. അങ്ങനെ അവിടെ 14 ദിവസം കിടന്നു, ദുരിതത്തോടെ ദുരിതം. അങ്ങനെ തിരിച്ച് വന്ന് പിന്നീട് ഞാൻ മറ്റൊരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് താമസം മാറ്റി. ഈ അന്വേഷണം തുടർന്ന് 3 മാസം ഞാൻ ബോംബെയിൽ കിടന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ എവറി ഡേ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ചെന്നൊരു സീസൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി. പിന്നുള്ളത് വളരെ ചുരുക്കി വേണം ജീവിക്കാൻ. 1000 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്. എവറി ഡേ 10 രൂപ വെച്ചിട്ട് വേണം കഴിയാനായിട്ട്. അതിൽ രാത്രിയിൽ ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് ഭക്ഷണം കിട്ടും. രാവിലെ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പഴം എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങും. ലഞ്ച് കഴിക്കാനുള്ള ഒരു തുകയൊക്കെ വേണം. ഈ ബാക്കി 10 രൂപ, അങ്ങോട്ട് ബസ്സിന് പോകാൻ 1 രൂപ വേണം, ഈ സ്റ്റേഷൻ വരെ പിന്നീട് വരാൻ 1 രൂപ വേണം, ബാക്കിക്ക് ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ വളരെ ചുരുക്കി 10 രൂപയ്ക്ക് 1 രൂപ പോലും എക്സ്ട്രാ ചിലവാക്കാനില്ല. അങ്ങനെ ഇത് കുറച്ച് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൈസയും ഏതാണ്ട് തീർന്നു. അപ്പോഴത്തേക്ക് ഈ 1000 രൂപ കിട്ടും. പിന്നെ എനിക്ക് എൻ്റെ ദുരഭിമാനം എന്നെ അച്ഛനോട് പിന്നെയും പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ എൻ്റെ സുഹൃത്ത് എനിക്ക് കുറച്ച് പൈസ 1 മാസം കൂടെ ജീവിക്കാനുള്ള പണം തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അന്വേഷണം ഇങ്ങനെ ഏതാണ്ട് 100 CV ഞാൻ പ്രിൻ്റ് ചെയ്തായിരുന്നു. ഈ 100 CVയും കൊടുത്ത് തീർന്നു കഴിഞ്ഞ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ക്യാപ്റ്റൻ കൽറ എന്ന് പറഞ്ഞൊരു വ്യക്തിയെയാണ് ആദ്യം പോയി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെ ഞാനിങ്ങനെ, അദ്ദേഹം എന്നെ ഒരുപാട് കമൽ സാർ എന്നെ നിരാശനാക്കിയതുപോലെ തന്നെ ഇദ്ദേഹം എന്നും പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് തുടരെ ഞാൻ പറയും പറ്റും സാർ, ഇത് ഷിപ്പിനെ കുറിച്ച് ഒന്നും അറിയാത്തവരെ അല്ലേ നിങ്ങൾ പിടിച്ച് ഷിപ്പിൽ മറൈൻ എഞ്ചിനീയേഴ്സായിട്ട് മാറ്റിയെടുക്കുന്നത്. ഞാൻ ഇത്രയും വർഷം കപ്പലിനെ കുറിച്ച് എല്ലാം പഠിച്ചതാണ്. എന്നെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിചാരിച്ചാലല്ല ഇത് ചെയ്യാൻ പറ്റും. അന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അദ്ദേഹത്തിന് തന്നെ ശല്യമായി. അവസാനം അദ്ദേഹം ഈ ഏതാണ്ട് 3 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ജോബ് ഒരു ദിവസം തന്നു. ക്യാപ്റ്റൻ കൽറ എന്ന് പറയുന്ന വ്യക്തി
ഒരു മറൈൻ സർവേ എന്ന് വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ മെയിൻ തൊഴിലെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറേ കപ്പലുകളുണ്ട്, അത് മാനേജ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കമ്പനി ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ ക്രൂവിനെ വേണം, അത് ആ കപ്പൽ ഓടിക്കുന്നത് കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ക്യാപ്റ്റനായിരുന്നു മുൻപ് കപ്പലിൽ. അതുകൊണ്ട് തന്നെ ഈ സർവേയർ എന്ന് വെച്ചാൽ ഈ കപ്പലിന് ആവശ്യമുള്ള കപ്പലിൻ്റെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും ഒരു പുതിയ കപ്പൽ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വില എത്ര ഉണ്ടാവും എന്നുള്ളത് പോയി ചെക്ക് ചെയ്ത് പറയും, അതിൻ്റെ കണ്ടീഷൻസ് നോക്കി സർട്ടിഫൈ ചെയ്യും. അപ്പം കാര്യം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി പറയുന്നത് ഇൻഡസ്ട്രിക്ക് വിശ്വാസമാണ്. അങ്ങനെ അദ്ദേഹം അവിടെ ബോംബെയിൽ ഒരു സ്ക്രാപ്പ് യാർഡ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ ഈ സ്ക്രാപ്പ് സാധനങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ഷിപ്പ് യാർഡ്, ഒരു ചെറിയ ഷിപ്പ് യാർഡ് അതിൻ്റെ സൈഡിലുണ്ട്. അവരൊരു ക്രെയിൻ ബാർജ് ഉണ്ടാക്കിയേക്കാണ്. അപ്പം അവിടെ പുതിയ ക്രെയിൻ ബാർജ് എന്ന് പറഞ്ഞാണ് ക്യാപ്റ്റൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ക്യാപ്റ്റൻ ആകെ ഒരു സംശയം, ഇതെന്തോ പ്രോബ്ലം ഉണ്ട്. ഒരു 8 കോടിയോ മറ്റോ ആണ് അത് ഇൻഷുറൻസ് ആ കാലത്ത് പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ എന്നെ വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ കപ്പലിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്നല്ലോ, ഒന്ന് പോയിട്ട് ഇത് സർവേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം പക്ഷേ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഞാൻ നേരെ ഈ സ്ക്രാപ്പ് യാർഡിൽ പോയി അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നല്ല കുട്ടപ്പനാക്കി ഒരു ബാർജൊക്കെ ഉണ്ടാക്കി അതിനകത്തൊരു ക്രെയിനൊക്കെ വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി നിർത്തിയേക്കുക. അതൊരു ബാർജ്, അതിൻ്റെ പുറത്തൊരു ക്രെയിനും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് പോയിട്ട് ഈ സാധാരണ നമ്മുടെ ഈ ലോറിക്കകത്തൊക്കെ ക്രെയിൻ കാണുമല്ലോ, അതുപോലെയുള്ള ഇത് വെള്ളത്തിലുള്ള ഒഴുകുന്ന ലോറി നമുക്ക് വേണേൽ പറയാം. അത് എന്തെങ്കിലും ഫ്ലോട്ടിങ് ആവശ്യത്തിന് നമുക്ക് ഈ ക്രെയിൻ ഉപയോഗിക്കാം. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു പുതിയ ബാർജാണ്, പുതിയ ക്രെയിൻ ബാർജാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ബാർജിന് 8 കോടിയൊക്കെ വരാം. എനിക്കാണ് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് മെല്ലെ അവിടുത്തെ സാധാരണ ഈ ഫോർമാൻമാരുണ്ടല്ലോ, അവിടുത്തെ ഈ വർക്കേഴ്സ്, അവരുടെ അടുത്ത് പോയിട്ട് വളരെ ലോഹ്യത്തിൽ കൂടി സ്നേഹത്തിലൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇതെങ്ങനെയാണ് ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവരിതിൻ്റെ കഥ മുഴുവൻ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. ഇവർ പറഞ്ഞ്, മോനെ ഇത് മൊത്തം ഉടായിപ്പാണ്, ഇത് മൊത്തം ഇവിടുത്തെ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് എല്ലാം, ഇതിനകത്ത് ഒരു പുതിയ സാധനം പോലും ഇല്ല, എല്ലാം എടുത്ത് സ്ക്രാപ്പിൽ നിന്ന് എടുത്തിട്ട് എല്ലാം പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുന്നതാണ്, എല്ലാം ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ ധാരണ കിട്ടി. പിന്നെ ഞാൻ ഉടൻ തന്നെ, ഞാൻ എങ്ങും വർക്ക് ചെയ്ത എക്സ്പീരിയൻസും ഇല്ല. ഞാനപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച കുറേ പേരുണ്ട് ബോംബെയിൽ. അപ്പോൾ അവർ പലയിടത്തായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ നേരെ അവിടുന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇതിൽ ഒരു ഷിപ്പ് യാർഡിൽ ചെന്ന് അവിടെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു സാധനം കണ്ട് ഇതിനെങ്ങനെയാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ തന്നു. ഞാനിതെല്ലാം കൂടെ വെച്ച് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനൊരു 1.5-2 കോടിക്കപ്പുറം ഒരു രീതിയിലും വിലയിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി വൈകിട്ട് ക്യാപ്റ്റൻ കളറുടെ അടുത്ത് ചെന്നു. അപ്പോൾ ക്യാപ്റ്റൻ കളർ വൈകിട്ട് ഒരു 6 മണി വരെയും തിരക്കാണ്. അപ്പോൾ 6 മണിയായപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പം ഞാൻ ഈ റിപ്പോർട്ടുമായിട്ട് ക്യാപ്റ്റൻ കളറുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ക്യാപ്റ്റൻ ഇത് കംപ്ലീറ്റ്ലി പ്രശ്നമാണ്, ഇത് ഇവർ എല്ലാം സെക്കൻഡ് ഹാൻഡാണ്, ഒരു കാരണവശാലും 2 കോടിക്ക് അപ്പുറം ഇൻഷുർ ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ അടുത്ത് ക്യാപ്റ്റൻ പറഞ്ഞേക്കുന്നത് ഇതിന് 8 കോടിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് എസ് ഓർ നോ പറയാനാണ് പറഞ്ഞേക്കുന്നത്. 8 കോടി അവിടെ കിടക്കുന്നത്, 2 കോടി അവിടെ കിടക്കും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്റ്റന് ഭയങ്കര ഇഷ്ടമായി എന്നെ. ക്യാപ്റ്റൻ ഉടൻ തന്നെ വാങ്ങി പറഞ്ഞ് ഇതൊരു നല്ല റിപ്പോർട്ടാക്കി നാളെ രാവിലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എനിക്ക് 800 രൂപ എടുത്തിട്ട്, ഇത് തൻ്റെ ഫീസ് എന്ന് പറയുന്നുണ്ട്. 800 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഒരു ദിവസത്തെ ഒരു ജോബിന് ഇത്രയും കിട്ടുക ഒരു ദിവസമില്ല. ഞാൻ ആകെ അവിടെ രാവിലെ പോയിട്ടൊരു 3 hours എങ്ങാണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, മാക്സിമം 4 hours ഉണ്ടാവും. ഇതിന് 800 രൂപ എന്നിട്ടിപ്പോഴാണ് ഞാൻ എൻ്റെ സമയത്തിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത്. ഞാൻ ഈ 800 രൂപയും വാങ്ങി. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞ് രാവിലെ വരുമ്പം പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ തന്നെ ഷിപ്പിലേക്ക് അയക്കാൻ പോകാമെന്ന്. ഞാൻ ഒരുമാതിരി ഇല്ല സ്വർഗം കിട്ടിയ അവസ്ഥയായി. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന്, അന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഭയങ്കര പാർട്ടിയാണ്. ഈ ഇത്രയും ഒരുമിച്ച് അവിടെ ഉള്ളവരും ഈ ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ്. എല്ലാ ഭയങ്കര പാർട്ടിയും. ആ പാർട്ടിക്കിടയിൽ ഞാൻ റിപ്പോർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ പെട്ടി കെട്ടാനൊന്നുമില്ല, ആകെ 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. ഇതെല്ലാം എടുത്ത് നേരെ വന്നു. അവിടുന്ന് ബോംബെ ഹൈ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടുന്ന് 12 മണിക്കൂർ ബോട്ടിൽ കയറിയിട്ട് ഇന്ത്യയുടെ ഓയിൽ വെൽസ് എല്ലാം ഉള്ളത് ഈ ബോംബെ ഹൈയിലാണ്. ഇങ്ങനെ 100 കണക്കിന് ഓയിൽ വെൽസ് അവിടെ ഉണ്ട്.
അപ്പോൾ ഈ ഓയിൽ വെൽസിലെല്ലാം ഓയിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന വലിയൊരു സ്റ്റോറേജ് ടാങ്കറുണ്ട്. അപ്പം ഏതാണ്ട് 1,40,000 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ ടാങ്കറാണ് സക്കീർ ഹുസൈൻ എന്ന് പറയും. ഈ സക്കീർ ഹുസൈനകത്തേക്കാണ് ഈ ക്യാപ്റ്റൻ എന്നെ വിടുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കാര്യം. കൊച്ചിയിലൊക്കെ നമ്മൾ കാണുന്ന ചെറിയ 15,000 ടണ്ണിൻ്റെയൊക്കെ ചെറിയ കപ്പലുകളല്ലേ നമ്മൾ കാണുന്നത്. ഇത് അതിൻ്റെ 10 ഇരട്ടിയുള്ള വലിയൊരു ടാങ്കർ, അത് ഇവിടെ നിന്നും അടുക്കത്ത് പോലും ഇല്ല. അങ്ങനെ ഈ ബോട്ടിനകത്ത് പോയിട്ട് ഈ ബോട്ടിൽ നിന്ന് കപ്പലിലേക്ക് ഞാൻ ആദ്യമായിട്ട് കയറുകയാണ്. ആ സീ ആണെങ്കിൽ നല്ല റഫ്. അവിടുന്ന് ഇവിടുന്ന് ചാടി പിടിച്ച് അകത്ത് കയറി എൻ്റെ ലൈഫ് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ജോബ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാനെല്ലാം ദൈവത്തിലെല്ലാം വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ ഷിപ്പിനെക്കുറിച്ച് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും മറൈൻ എഞ്ചിനീയറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും ഇല്ല. സാധാരണ മറൈൻ എഞ്ചിനീയറായിട്ട് വരണമെങ്കിൽ ആദ്യം മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ 8 മാസം ട്രെയിനിങ് ഷിപ്പ് യാർഡിൽ നടത്തണം. ഇത് ഞാൻ 8 മാസം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അത് ഷിപ്പ് ബിൽഡിങ്ങിനെ കുറിച്ചാണ്, ഈ എഞ്ചിൻ റൂമിനെ കുറിച്ചുള്ളതല്ല. എങ്കിലും ആ ഒരു ധൈര്യത്തിലാണ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെല്ലുന്നത്. എന്തിനു പറയുന്നു അത് പറയാനാണ് ഒരു വലിയ നീണ്ട കഥയാണ്. പക്ഷേ ഞാൻ ചുരുക്കി പറയാം. ഈ 6 മാസം ഞാൻ അതിനകത്ത്, അതൊരു ജയിൽ പോലെയാണ്. കാര്യം ഈ സ്റ്റോറേജ് ടാങ്കർ അധികം യാത്ര ചെയ്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത്രയും മോശം ഒരു കപ്പൽ ലോകത്തിലില്ല എന്നാണ് അവിടെ ഉള്ളവരെല്ലാം പറയുന്നത്. കാര്യം എല്ലാവരും 2 മാസത്തേക്ക് ഒരു ഷോർട്ട് പീരീഡിൽ വന്ന് പോകും. ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഇത് സ്റ്റോറേജ് ടാങ്കറല്ലേ, അതിനകത്ത് വർക്ക് ചെയ്യുന്നതായിട്ട് ഒരു സാധനമില്ല. എല്ലാം അഴിച്ചു പണിയണം. അത് ഒരു കണക്കിന് എനിക്ക് ഭയങ്കര ഗുണമായി. എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ ഈ 6 ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം. അപ്പോൾ പൈസ ഒന്നും തരില്ല, നമ്മൾ കരയിൽ ഇറങ്ങാൻ നേരമാണ് നമുക്ക് ഈ പൈസ തരുന്നത്. അപ്പോൾ ഈ ബോംബെ ഹൈ എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന പോലെ ഇത് ഹൈവേ ഒന്നുമല്ല. ഇതൊരു കടലിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തീപ്പന്തങ്ങൾ ഇങ്ങനെ കാണാം. ഈ ഓരോ റിഗുകൾ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് എല്ലാം ഫിക്സ്ഡ് റിഗുകളാണ് പലയിടത്തും. അപ്പോൾ അവിടെ നിന്നൊക്കെ ഈ ഓയിൽ പ്രൊഡക്ഷൻ നടക്കും. അതിൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം നമുക്ക് ഇങ്ങനെ തീപ്പന്തങ്ങൾ പലയിടത്തായിട്ട് രാത്രി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്താ ദൂരത്ത് പല തീപ്പന്തങ്ങൾ നമുക്ക് കാണാം. 100 കണക്കിന് വെൽസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ വെല്ലുകളിൽ നിന്നെല്ലാം ഉള്ള ഓയിൽ, അപ്പോൾ ഈ ഗൾഫിലെ പോലെയൊന്നും അല്ല. ബോംബെ ഹൈയിലൊക്കെ വളരെ കുറച്ച് ഓയിൽസേ വരത്തുള്ളൂ. ആ ഓയിലെല്ലാം വന്ന് പൈപ്പ് ലൈൻ വഴി വന്നിട്ട് ഒരു പോയിന്റ് വന്ന് ഈ സ്റ്റോറേജ് ടാങ്കിലേക്ക് വന്നാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊരു വലിയ കപ്പൽ, ഈ 1,40,000 ടണ്ണിൻ്റെ കപ്പൽ അവിടെ ഒരിടത്ത് നങ്കൂരം ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ അതനങ്ങത്തില്ല, അത് അവിടെ തന്നെ കിടക്കും. അതിങ്ങനെ ആ ഒരു നങ്കൂരത്തിൽ കിടന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്തേക്ക് ഈ ഓയിൽ മൊത്തം വന്ന് സ്റ്റോർ ആവുകയാണ്. ആ സ്റ്റോർ ആകുമ്പോൾ ഇത് നിറയുമ്പോഴത്തേക്ക് ഇത് അടുത്തടുത്ത് കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്യുക. അത് ചിലപ്പോൾ 1 മാസം 2 മാസം ആകുമ്പോഴാണ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്. അത്രയും നാൾ ഇതൊരു ജയിൽ പോലെ. നമ്മൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ശരിക്കും തിഹാർ ജയിലിൽ പോയി കിടക്കുന്ന പോലെയാണ്. നമുക്ക് ചുറ്റും വെള്ളം മാത്രം. ഇങ്ങനെ ഡെക്കിൽ വന്നിരുന്ന് നോക്കാം, ചുറ്റും ഈ തീ കത്തുന്നത് മാത്രം കാണാം. വേറെ ഒന്നുമില്ല, വേറെ ഒരു കാഴ്ചയില്ല. പിന്നെ അകത്ത് നല്ല ഭക്ഷണം കിട്ടും. ഇതിനകത്തുള്ള ക്രൂ ഒക്കെ ഇന്ത്യൻ ക്രൂ ആണ് മിക്കവാറും എല്ലാം. മലയാളി അതിനകത്തൊരു എന്താണ് പട്ടാഴി എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു നായർ സാബ് എന്ന് ഞങ്ങൾ വിളിക്കുന്നൊരു വ്യക്തിയുണ്ട്. പുള്ളി അവിടെ ഉണ്ടായിരുന്നു. മലയാളിയായിട്ട് ഒരാളേ ഉള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് എഞ്ചിനീയർ, ഒരു അയ്യർ സാറുണ്ടായിരുന്നു. പുള്ളി പാലക്കാടുകാരനാണ്. പിന്നെ ഉള്ള എല്ലാം ഗുജറാത്തീസ്, എല്ലാ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ ഷോർട്ട് ടൈം കോൺട്രാക്ട് 2 മാസം കോൺട്രാക്റ്റിൽ വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ 6 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ക്രൂ ഉണ്ട്, ഷിപ്പിൻ്റെ ഈ ലോ ലെവൽ ക്രൂ ഉണ്ട്. അവർ കുറേ നാളത്തെ നീണ്ട ഇതിൽ വരുന്നത്. പക്ഷേ ഓഫീസേഴ്സ് എല്ലാവരും വരുന്നത് 2 മാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഈ ഷിപ്പ് മാനേജ്മെൻറ്റ് കമ്പനി വഴി വരുന്നതുകൊണ്ട്. അപ്പോൾ അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. അവർ ജസ്റ്റ് വരും, ഇതൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ പുതിയ ഒരു ടീം വരുമ്പോഴത്തേക്ക് 2 മാസം കഴിയുമ്പോൾ ഞാൻ സീനിയറായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടാണ് പല പ്രോബ്ലംസൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രോബ്ലം ഇല്ലാത്ത ഏതാണെന്ന് ചോദിക്കുന്നതാണ് സൗകര്യം. കാര്യം അത്ര പ്രോബ്ലമാണ് ഇതിനകത്ത്. ഇല്ലാത്ത പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ ഒന്നും ആലോചിച്ചില്ല. അവിടെ 3rd എഞ്ചിനീയർ മനസ്സിൽ പറയുക റൺ എസ്കേപ്പ് എന്ന പുള്ളി പറയുന്ന പോലെ ഇരിക്കുകയാണ്. ഞാൻ ഈ ഡോറ് തുറന്ന് വീണ്ടും ഇല്ല കറുത്ത പുക അകത്തേക്ക് കയറുകയാണ്. ഞാൻ പുറത്തിറങ്ങി കാര്യം ഞാനങ്ങ് അടച്ചു. കാര്യം അത് തുറന്നിട്ട് ആ പുക അകത്തേക്ക് കയറും. ഞാനത് ഒറ്റ അടപ്പ് അടച്ച് പിന്നെ ഒന്നും കാണാൻ വയ്യ. അകത്തുനിന്ന് എടുത്തേക്കുന്ന ശ്വാസത്തിലാണ് പിന്നെ ഈ കുറ്റിട്ട് ഒരു ശ്വാസം എടുത്ത് അന്നേരം തീർന്നു. കാര്യം പോയിസണസ് ഗ്യാസ്.